ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ. അച്ചു ഉമ്മനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ വീണ വിജയനൊക്കെ കണ്ടു പഠിക്കണം അച്ചു ഉമ്മനെ. ഉമ്മൻചാണ്ടിയുടെ ഇളയ പുത്രിയാണ് അച്ചു ഉമ്മൻ. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് തുടക്കത്തിൽ തന്നെ അച്ചു ഉമ്മൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ആ കുടുംബത്തിൽ നിന്ന് ആരാണ് ഇനി രാഷ്ട്രീയത്തിലേക്ക് എന്ന കേരള ജനത മുഴുവൻ ഉറ്റുനോക്കുമ്പോഴാണ് ഒരു ബഹളങ്ങളോ അടികളോ വഴക്കുകളോ അധികാര ആഗ്രഹങ്ങളോ ഇല്ലാതെ ചാണ്ടി ഉമ്മൻ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലേക്ക് മത്സരിക്കുന്നത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നത്. ആ സമയത്തൊക്കെ അച്ചു ഉമ്മനെതിരെ ഉണ്ടായ സൈബർ ആക്രമണം നമ്മളൊക്കെ കണ്ടതാണ്. അച്ചു ഉമ്മൻ തന്റെ ജോലി ചെയ്യുന്ന ആ പ്രൊഫഷനെ എടുത്ത സൈബർ സഹാക്കൾ വലിയ രീതിയിൽ അവർക്കെതിരെ സൈബർ ആക്രമണം ഒക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴൊക്കെ അച്ചു ഉമ്മൻ എടുത്ത നിലപാട് അത് ഏതൊരു സ്ത്രീയും നോക്കിക്കാണേണ്ട നിലപാട് തന്നെയാണ്. അച്ഛന്റെ പ്രിവിലേജിൽ മാസപ്പടിയും വാങ്ങി നിരവധി ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചും ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനി വഴി ഇല്ലാത്ത ഇടപാടുകൾ നടത്തിയും പണം സമ്പാദിച്ച് ജീവിക്കുന്ന, സുഖലോലുപയായി ജീവിക്കുന്ന, നാട്ടുകാരുടെ പണം എടുത്ത അച്ഛൻ മകളെ രക്ഷിക്കാനായി വക്കീലന്മാർക്ക് കൊടുക്കുന്ന പിണറായി മകളും ഉമ്മൻചാണ്ടിയും മക്കളെയും കണ്ടുപഠിക്കണം. ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയന് 8ന്റെ പണിയാണ് മകളിലൂടെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പിണറായിയുടെ മകളുടെയും കാര്യത്തിലൊക്കെ ഷോൺ ജോർജും മാത്യു കൊഴനാടനും ഒക്കെ ഒരു തീരുമാനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം എല്ലാ തെളിവുകളും അവരുടെ കയ്യിലാണ്. അച്ചു ഉമ്മൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഈ ഒരു വർഷം ഉമ്മൻചാണ്ടി മരിച്ചിട്ട് തികയുമ്പോഴും താരമായി നിൽക്കുന്നത് അച്ചു ഉമ്മനാണ്. അച്ചു ഉമ്മന്റെ ഓരോ വാക്കുകളുമാണ് എപ്പോഴും ചർച്ചയാകുന്നത്. അച്ഛൻ ഒരിടത്തും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്, ദ്രോഹിച്ചവർക്കൊക്കെ നല്ല ഒന്നാന്തരം മറുപടി നൽകി തന്നെയാണ് അദ്ദേഹം അകന്നു പോയത്. അച്ഛന്റെ സാന്നിധ്യം ഇപ്പോഴും പുതുപ്പള്ളിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ 3 മക്കളും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അച്ഛനെയും അമ്മയെയും ഒരേ തരത്തിൽ കൊണ്ടുപോകുന്നതും അവർക്കൊരു പേരുദോഷമോ അവരുടെ രീതിയിൽ ഒരു കളങ്കമോ ഉണ്ടാക്കാതെ അവരെ നല്ല രീതിയിൽ അച്ഛനും അമ്മയും വളർത്തിയതിന്റെ ആ ഗുണം അത് നല്ല രീതിയിൽ കാണിക്കുന്ന 3 മക്കൾ. അതാണ് ഉമ്മൻചാണ്ടിയുടെ 3 മക്കൾ. അദ്ദേഹത്തെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും ജനങ്ങളോടുള്ള പെരുമാറ്റവും ഒക്കെ ഈ 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ചു കൂടുതൽ അച്ചു ഉമ്മന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അച്ചു ഉമ്മന്റെ ഓരോ വാക്കുകളും ഓരോ നിലപാടുകളും ഒക്കെ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. ഇടയ്ക്ക് അച്ചു ഉമ്മന് സമയമുള്ളപ്പോൾ വീണയ്ക്ക് കൂടി ഒന്ന് ക്ലാസ് എടുത്തു കൊടുത്തേക്ക്.